ഹലോ എവരി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ബ്രെൻഫോർഡിനെ 2-0 പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഓൺ ദ പേപ്പർ ഉണ്ടല്ലോ, ഇതിലും നല്ലൊരു ഗെയിം വേറെയില്ല. കാരണം 2 ഗോൾസ്, ക്ലീൻ ഷീറ്റ്, റിസൾട്ട് നോക്കുമ്പം ഇത്രയും നല്ലൊരു റിസൾട്ട് വേറെയില്ല. കളി കാണാത്തവരാണെങ്കിൽ ആർസണൽ നന്നായിട്ട് കളിച്ചു, അതുകൊണ്ട് അവർ ജയിച്ചു എന്ന് പറയും. സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ തന്നെ ടോട്ടൽ ഷോട്ട്സ് ആർസണൽ 15, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് 7, ബിഗ് ചാൻസ് ക്രിയേറ്റഡ് 4. ഫസ്റ്റ് ഗോള് കയറുന്നത് മെറീനോയുടെ വകയാണ്. മെറീനോയുടെ ഹെഡർ 11ാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ അടിക്കുന്നു. ഫസ്റ്റ് ഹാഫ് ആ 10 മിനിറ്റ് വരേക്കും നല്ല ഗെയിം കൺട്രോൾ, നല്ല ഷേപ്പ്, നല്ല എവറിത്തിങ്. ഒരു സ്ട്രോങ് ടീം തന്നെയാണ് ഇറക്കിയത്. ടിംബറിന് മാത്രം റെസ്റ്റ് കൊടുത്തു. ബട്ട് ആ റെസ്റ്റ് അധിക നേരം ഒന്നും നീണ്ടു നിന്നില്ല. മൊസ്കേറയ്ക്ക് ഇഞ്ചുറി വന്നു, എഗെയിൻ അനദർ ഇഞ്ചുറി. അതിനിടയ്ക്ക് റൈസിന് ഒരു ഇഞ്ചുറി വന്ന പോലെ ഒരു സ്കെയർ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഹിൻകപ്പിയയ്ക്ക് ഒരു ഹെഡ് ഇഞ്ചുറി വന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് നമുക്ക് നാളെ ഇനി വരാനുള്ള ദിവസങ്ങൾ നമുക്ക് കാണാം എങ്ങനെയായിരിക്കുന്നു. സോ സൺഡേ ഗെയിം കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണമാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഗോൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഷാർപ്നെസ് നഷ്ടപ്പെട്ടു. അതോ പ്ലെയേഴ്സ് ബ്രെൻഫോർഡിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണോ എനിക്കറിഞ്ഞുകൂടാ. കാരണം ശരിയാണ്, നമ്മൾ ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് വി വർ ടു ഈസി ഇൻ ഫ്രണ്ട് ഓഫ് ഗോൾസ്. നോനിക്ക് 3 ചാൻസ്, 3-4 ചാൻസ് നോനിക്ക് കിട്ടി. റായയുടെ ഒരു കിടിലൻ സേവ് ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അവരുടെ കോർണർ, അവർക്ക് കിട്ടിയ കോർണറൊക്കെ ദേ യൂട്ടിലൈസ്ഡ് ഇറ്റ് റിയലി വെൽ. ഒരെണ്ണം നമ്മുടെ റായയുടെ വക ഒരു സേവും ഉണ്ടായിരുന്നു. അപ്പം ആർസണലിലേക്ക് വരുമ്പം ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. അൺലക്കി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ എല്ലാ അൺലക്കി ഗ്രൂപ്പിനകത്ത് ഞാൻ പെടുത്തത്തില്ല. 2 ക്ലിയർ കട്ട് ഓപ്പൺ ചാൻസസ് ഉണ്ടായിരുന്നു. ഒന്ന് മെറീനോയ്ക്കും ഒന്ന് സാക്കയ്ക്കും. മെറീനോയ്ക്ക് പിന്നെയും ഓഫ് ദ ബാലൻസ് ആയിരുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കാം. ബട്ട് സാക്കയ്ക്ക് ഐ റിയലി തിങ്ക് സാക്ക ഷുഡ് ഹവ് ഡൺ ബെറ്റർ. കാരണം ഗോൾ കീപ്പർ ഒരു ചാൻസും ഇല്ലായിരുന്നു. അത് ഓപ്പൺ ഒരു ചാൻസ് ആയിരുന്നു, അത് മിസ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് വരെ ടെൻഷൻ അടിപ്പിച്ച് മനുഷ്യനെ പാതി രാത്രിയിൽ. അറിയാലോ, ഈ കളി ഇന്ത്യയിലൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന 1 മണി സമയത്തൊക്കെയാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ ടെൻഷൻ അടിപ്പിക്കുന്ന ഗെയിമായിരുന്നു. സത്യം പറയാലോ, ഒരു ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി ഒന്നും ഞാൻ ഇന്നത്തെ ഗെയിമിൽ ഞാൻ കണ്ടില്ല. ആൻഡ് നമുക്കിത് വേണമെങ്കിൽ 2 ഗെയിം അടുപ്പിച്ച് കളിക്കുന്നതുകൊണ്ടാണ് ഇത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് വറിയിങ്. ഫോർ മീ ഇറ്റ്സ് വറിയിങ്. കാരണം ബ്രെൻഫോർഡ്, എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ കളി നമ്മൾ ജയിച്ചത് ബ്രെൻഫോർഡ് ആയതുകൊണ്ട് മാത്രമാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇഫ് ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ചെൽസി ആയിരുന്നെങ്കിലോ വേറെ ഏതോ ടീമായിരുന്നെങ്കിലോ ഐ തിങ്ക് വി വുഡ് ഹവ് ലോസ്റ്റ് ദിസ് ഗെയിം. കാരണം എഗെയിൻ നമ്മൾ അപ്പോഴും സ്റ്റാറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. 15 ഷോട്ടിൽ 7 ഗൈസ്, വി വർ വേസ്റ്റ്ഫുൾ. നമ്മൾ വേസ്റ്റ് ചെയ്യുകയായിരുന്നു ഓപ്പർച്യൂണിറ്റീസ്. സോ എന്താണ് ആക്ച്വൽ പ്രശ്നം എന്ന് പിൻ പോയിന്റ് ചെയ്ത് നമുക്ക് ഓക്കെ, എന്താണ് ആക്ച്വൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വി ലാക്ക് ക്ലിനിക്കാലിറ്റി. നമ്മൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒരെണ്ണം പോലും ഫിനിഷ് ചെയ്തില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. എനിക്കെന്താ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ആർസണൽ സീസൺ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് 5 ഗെയിംസിലെ അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് ഇത് ഞാൻ കണ്ടത്. വൺ ഓഫ് ദ വേഴ്സ്റ്റ് 2-0 പെർഫോമൻസസ് ഓഫ് ആർസണൽ. ഈ ആർസണലിൻ്റെ പെർഫോമൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു റിസൾട്ടേ അല്ല ഗൈസ് ഇത്, ഈ 2-0. അതും സെക്കൻഡ് ഗോൾ എപ്പോഴാണ് വന്നത്? 90 മിനിറ്റിലാണ് വന്നത് സാക്കയുടെ ഗോള്. അതും സാക്ക, ഇഫ് യു ആസ്ക് മീ, അത് ജോക്കറൈസ് വാസ് ഓപ്പൺ. ആ ഗോള് ജോക്കറൈസിന് കൊടുക്കാതെ ഹി അറ്റംപ്റ്റഡ് ഓൺ ഷോട്ട്. സോ ദർ ലോട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇഷ്യൂ നമ്മുടെ കയ്യിൽ. നമ്മൾ ഇന്നലെ പൊസഷൻ വി ആർ ത്രോയിങ് അവേ പൊസഷൻസ്. ഇറ്റ്സ് റിയലി വറിയിങ്. കാര്യം ശരിയാണ്, നമ്മൾ ജയിച്ചു. വി ആർ സ്റ്റിൽ മെയിൻറ്റെയിനിങ് ദ ഗ്യാപ്പ്. നമ്മുടെ മാൻ സിറ്റിയുമായിട്ട് ആസ്റ്റൺ വില്ല കയറി വരുന്നു. നമ്മുടെ അടുത്ത കളി ആസ്റ്റൺ വില്ലയുമായിട്ടാണ്. സോ
ഗൈസ് ഇറ്റ്സ് അങ്ങനെ ചെല്ലുമ്പം ഇന്നത്തെ പെർഫോമൻസ് തീരെ സാറ്റിസ്ഫാക്ടറി അല്ല ഫോർ മീ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പലർക്കും പല അഭിപ്രായം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, നോ പ്രോബ്ലം, മാന്യമായിട്ട് പറയാം, ഓക്കെ. ബട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദിസ് പെർഫോമൻസ്. ഈ പെർഫോമൻസ് വെച്ച് പ്രീമിയർ ലീഗ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. ഇതൊന്നും മാറ്റിയിട്ട് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഗോൾ അടിക്കാൻ ആ ഫസ്റ്റ് ഗോൾ അടിച്ച അതേ ഷാർപ്പ്നെസ് നമ്മൾ കാണിക്കണം. അതാണല്ലോ ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി, അതാണല്ലോ ചാമ്പ്യൻസ് ടീം. യു ഹാവ് എ പെർഫെക്റ്റ് സ്ക്വാഡ്, ലൈക്ക് ടു ലൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇപ്പോൾ ആർട്ടറ്റയ്ക്ക്. സോ വൈ യു കനോട്ട് ഡു ദിസ്? പ്ലീസ് ഡോണ്ട് സേ മറ്റേ എന്താണ് ഷെഡ്യൂൾ ഇഷ്യൂ. ഈ പറയുന്ന സെയിം ഷെഡ്യൂൾ ഇഷ്യൂ ആണ് ബാക്കി ടീംസിനും ഉള്ളത്. സോ ഡോണ്ട് സേ ടയേർഡ്നെസ്, ഷെഡ്യൂൾ ഇഷ്യൂ. മെൻറ്റാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഇന്നത്തെ ഗെയിമിൽ ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി വാസ് ലാക്കിംഗ്. ഇറ്റ് വാസ് എ പുവർ പെർഫോമൻസ്. സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും ഇറ്റ് വാസ് എ പുവർ പെർഫോമൻസ്. കാരണം ബിക്കോസ് വി ലാക്ഡ് ക്ലിനിക്കാലിറ്റി. എനിവേ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 points ആണ്, ക്ലീൻ ഷീറ്റാണ്, ആൻഡ് വി ആർ സ്റ്റിൽ ടോപ്പ് ഓഫ് ദ ടേബിൾ. സോ 1 game at a time. എന്തായാലും കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ഓൺ. ഐ ഹോപ്പ് അടുത്ത കളി വി വിൽ ബി മോർ ക്ലിനിക്കൽ. Okay guys, thank you. Take care.